ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പിന് ഒരു ദിവസം മുമ്പുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു നനച്ചുളി എന്നും പറയാം. അപ്പോൾ കുറേ തിരക്കിനൊക്കെ ഇടയിലായിട്ട് ഞാൻ അവസാനം നോമ്പിന് തലേ ദിവസം ഞാൻ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നനച്ചുളി പരിപാടി എന്നും പറയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. തലേ ദിവസം നോമ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ ഞാൻ നനച്ചുളി പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ രാവിലെ കുറേ മൊത്തത്തിൽ ഇപ്പോൾ നനച്ചുളി പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പം കൂടുതലായിട്ടും പണികളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ രാവിലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് ഉലുവ വെള്ളം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജാറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം കുടിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഉലുവ വെള്ളം നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോൾ വീണ്ടും ഇതിൽ നിറയെ ആക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് വെച്ചതാണ്. പിന്നെ ഇന്ന് ഡാൽഗോണ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാവുമ്പം സിമ്പിളാവുമല്ലോ എന്ന് വെച്ചിട്ട്. കൂടുതൽ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ അതൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ വേഗം അത് കഴിക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമ്മളെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ടൈമിൽ ചോറും കറിയുടെ പണികളൊക്കെ ഞാൻ തീർക്കും. ഇങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റും ചായയോ അങ്ങനെ എന്തെങ്കിലുമാണ് പെട്ടെന്ന് മക്കൾക്ക് വേഗം കൊടുക്കാറുള്ളത് കേട്ടോ. എന്നിട്ട് വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിക്കലാണ്. അപ്പോൾ രാവിലത്തെ അപ്പത്തിൻ്റെ പരിപാടിയൊന്നും എടുക്കാറില്ല ഞാൻ. ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ പണിയുണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് കോൺഫ്ലെക്സ് ഇട്ടിട്ട് അങ്ങനെ കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കോഫി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചൂട് പാലൊഴിച്ചിട്ട് അതിന് മുകളിൽ ഇതൊഴിക്കുന്നതിലും പ്രശ്നമില്ല. അല്ലെങ്കിൽ കോൾഡ് നല്ല തണുത്ത പാലൊഴിച്ചിട്ട് അങ്ങനെയും ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഡിസൈനാക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ട്രൈ ആക്കിയതിന് ശേഷം ഒന്ന് ഡിസൈനാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഹേർഡ് ഷേപ്പിൽ. അപ്പോൾ മക്കൾക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് കഴിച്ചോളും. അപ്പോൾ ഇന്ന് കൂടുതൽ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടായിരുന്നില്ല. രാവിലത്തെ രാത്രിയിലുള്ളത് മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ കിച്ചണും അതുപോലെ റൂമിൻ്റെ ജനാലകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമാണ് വേഗം ചോറും കറിയുടെ പണിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് പെട്ടെന്ന് തന്നെ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പം റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കലാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കൽ. അപ്പോൾ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ക്ലീനാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാ നമ്മുടെ ചിക്കൻ കറിയില്ലേ മുളകിട്ട കറി, അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മഞ്ഞത്തണ്ണി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കറി ഇവിടെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല.
ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ എൻ്റെ മറ്റേ ചാനൽ ആജിദാസ് കിച്ചൺ എന്ന ആ ചാനലിൽ റെസിപ്പീസായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വ്ളോഗായതുകൊണ്ട് സൈഡ് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് 2-3 പ്രാവശ്യമായിട്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് ചിക്കന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കന് മാറ്റിയിട്ട് നന്നായിട്ട് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ കൂട്ടിൻ്റെ റെസിപ്പീസും ഞാൻ ആജിദാസ് കിച്ചൺ എന്ന ആ ചാനലിൽ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പോൾ ആജിദാസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര്. പിന്നെ വേഗം ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കന് പൊരിച്ചത് നന്നായിട്ട് അരപ്പോട് കൂടിയിട്ടാണ് പൊരിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. മുളകിട്ട കറിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ മൂടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കുക്കറിൽ ഇങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ആക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ചോറും കറികളൊക്കെ ആയതിനു ശേഷം ഞാൻ വേഗം തന്നെ മൊത്തത്തിലൊന്ന് വലിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊന്ന് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എല്ലാം കൂടി വലിച്ചിട്ടിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ നോമ്പിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പും കാര്യങ്ങളും എടുക്കാത്ത മിക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഡ്രോറിൽ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഈ പ്ലേറ്റൊന്നും. അപ്പോൾ അതും നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുത്ത് നനവോടെ വെച്ചാൽ ഈ റാക്കിൽ പൂപ്പൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ വെക്കുന്ന പ്ലേറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. എടുക്കാറുള്ളത്. പിന്നെ കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റാക്കിൽ വെക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കുറേ പാത്രം കഴുകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം എന്താ പറയുക കാണുമ്പം ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. പിന്നെയെന്ന് വെച്ചാൽ മൊത്തത്തിൽ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഞാൻ കൊണ്ടുവെക്കലാണ്. മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ വിചാരിക്കുമ്പോൾ തന്നെ മടിയാണ്. അപ്പോൾ മൊത്തത്തിൽ കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ജനാലയും കമ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്താ പറയുക ജനാലയിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക ഇത് വൈറ്റാണല്ലോ നമ്മുടെ ജനാലയുടെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊടി ഒടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പും വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക ചുമരിൽ പെയിൻറ്റിലൊക്കെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കളയാറുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുക നമ്മളെ പെയിൻറ്റ് നല്ല എന്താ പറയുക മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സോപ്പ് വെച്ചിട്ട് വരച്ചെടുത്താൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള പെയിൻറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളിവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോയിട്ടില്ല കേട്ടോ. കുറച്ച് ഞാനിങ്ങനെ സോപ്പ് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ചെടികളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസം ഞാൻ കാണിച്ചു തരാം മുറ്റത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു എന്നുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ മൊത്തം ചെടികളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസുകളൊക്കെ ഇഫ്താറിൻ്റെയും അതുപോലെ എന്താ പറയുക അത്താഴത്തിൻ്റെ ഒക്കെ ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.